വാടക തർക്കത്തിനൊടുവിൽ വീട് തന്നെ ഇടിച്ചു നിരത്തി. കൊല്ലം ചിതറയിലാണ് സംഭവം. 8 വർഷമായി താമസിച്ചിരുന്ന വീടും കടയും JCB ഉപയോഗിച്ച് ഉടമകൾ തകർത്തു. വീട് ഒഴിയണമെന്നാവശ്യപ്പെട്ടുള്ള തർക്കം കോടതിയിലെത്തി. സ്റ്റേ ഓർഡർ നിലനിൽക്കെയാണ് വീട് ഇടിച്ചു നിരത്തിയത്. വാടകക്കാരായ ദമ്പതികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയ സമയത്തായിരുന്നു സംഭവം. കൊല്ലം ചിതറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. വർഷങ്ങളായി താമസിച്ചിരുന്ന വീട് നിമിഷങ്ങൾക്കകം അവശിഷ്ടങ്ങളായി മാറി. ചിതറ സ്വദേശികളായ അബ്ദുൾ വഹീദും ഭാര്യ സുഹറ ബീവിയും 8 വർഷമായി താമസിച്ചിരുന്ന വീടും കടയുമാണ് JCB ഉപയോഗിച്ച് തകർത്തത്. വീട് ഒഴിഞ്ഞുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടമകളും വാടകക്കാരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. വിഷയം കോടതിയിലുമെത്തി. വീട് ഒഴിയണമെന്നാവശ്യപ്പെട്ടുള്ള കേസിൽ 10 ദിവസം മുൻപ് കുടുംബം കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ നേടിയിരുന്നതായാണ് ഇവരുടെ വാദം. എന്നാൽ സ്റ്റേ നിലനിൽക്കെയാണ് വീട് തകർത്തതെന്നും കുടുംബം ആരോപിക്കുന്നു. തർക്കം സംസാരിച്ച് പരിഹരിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സമയത്തായിരുന്നു വീടിടിച്ചു നിരത്തിയത്. അബ്ദുൾ വഹീദും ഭാര്യയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയി തിരിച്ചെത്തിയപ്പോഴേക്കും കണ്ടത് തകർന്നടിഞ്ഞ വീടാണ്. ഒരു ഉടുതുണി പോലുമില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണം. നമുക്ക് കിണറില്ല, കക്കൂസില്ല, എല്ലാം വെട്ടി നശിപ്പിച്ചു. ഞങ്ങൾക്കൊരു ഉടുതുണിയില്ല. കഞ്ഞി വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതാ. പോലീസ് വിളിച്ചുകൊണ്ട് പോയതാ. കഞ്ഞി കുടിക്കാൻ പോലും വിട്ടില്ല. വരാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പുറത്തിറക്കുന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഇടിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇടിഞ്ഞു കിടക്കുന്നു മൊത്തം. ഒരു ഉടുതുണി പോലും ഇല്ല. കട്ടിലെ അലമാരി സകലതും പോയി. വീടിനുള്ളിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും അലമാരയും കട്ടിലും മറ്റു വീട്ടുസാധനങ്ങളും അടക്കം എല്ലാം അവശിഷ്ടങ്ങൾക്കടിയിലായി. അൻവറും ദിൽവറും ഉൾപ്പെടെയുള്ള ഉടമകളുടെ നേതൃത്വത്തിലാണ് വീട് തകർത്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വീട് തകർത്തതിൽ പ്രതിഷേധിച്ച് അബ്ദുൾ വാഹിദും സുഹറ ബീവിയും പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം.